സാർ എന്താ വേണ്ടേ? ആ ഇവിടെ ചേട്ടൻ 4 പൊറോട്ട 2 ബീഫ് ഫ്രൈ പിന്നെ ചില്ലും കൂടിലേക്ക് 2 ഉണ്ടപ്പൊരി ഒരു ചായ. ശരി. ചേട്ടന് എനിക്ക് ഒരു ചായ മാത്രം മതി. ചേട്ടാ ഈ ചേട്ടൻ ഒരു ചായ. ആ ഞാനേ ട്രാവലർ ഭയങ്കര ടയർഡായി പോയി. ഒന്നും വല്ലാത്ത വിശപ്പ്. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. വേണല്ലോ. ചേട്ടാ ബില്ല് എപ്പോഴും സെറ്റേ. ഒരു പൊറോട്ടയും കൂടെ കഴിക്കായിരുന്നു. മൈദിയാ ഹെൽത്തി അല്ല. നല്ല ചൂട് പൊറോട്ട. എന്തുപറ്റി? കഴിച്ചു. വാ വാ ഇതിലേ വാ ഇങ്ങോട്ട് പതുക്കെ. കറക്റ്റാ കൊടുത്തു. കറക്റ്റാണ്. ഓട്ടോ ഓട്ടോ ഇപ്പോൾ വരും. കുഴപ്പമില്ല, ഇപ്പോൾ വരും കേട്ടാ. ദാ വരും. ചേട്ടാ നമുക്ക് അവർ കൂടി ഒന്ന് ലിഫ്റ്റ് കൊടുത്താലോ? എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് അവിടുന്ന് ഫുഡൊന്നും കിട്ടിയില്ലേ? കല്യാണോ? ഇത് കല്യാണമൊന്നുമല്ല. പിന്നെ സീരിയലോ? വല്ല അഭിനയം കഴിഞ്ഞിട്ട് വരികയാണോ? അല്ല അല്ല ഏട്ടാ കല്യാണം തന്നെയാ. എനിക്ക് ആദ്യം കണ്ടപ്പോ നിങ്ങൾ തമ്മിൽ അത്ര മാച്ച് അല്ലാന്ന് തോന്നി. പക്ഷെ ഇപ്പോ നോക്കുമ്പോ സെറ്റാണ്. ഞാനും ഒരു ചെറിയ പെൺകൊച്ചിനെയാണ് കല്യാണം കഴിച്ചത്. എന്നിട്ടെന്ത് സംഭവിച്ചു? നമുക്ക് കയറി പെട്ടെന്ന് അങ്ങോട്ട് പ്രായമായി. അവളാണെങ്കിൽ ചെറുപ്പവും. അവൾ എന്നെയും കൊച്ചിനെ ഇട്ടിട്ട് വേറൊരാളുടെ കൂടെ പോയി. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ സന്തോഷമാണ്. നമ്മളതിലൊന്നും കയറി ഇടപെടുന്നില്ല. നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ. അച്ഛനും മോനും ഡെയിലി പുറത്തുനിന്നാണോ ഡിന്നർ? ആ, പറ്റുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്. ഇവനിങ്ങനെ കെയർ ചെയ്യുക, ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അല്ലേ മോളെ? അതെ. ഇവനിനി എത്ര വലുതായാലും എന്നെ വിട്ടിട്ട് പോവുകയില്ല. എന്നെ വിഷമിപ്പിക്കണം ഒരു കാര്യവും ചെയ്യയില്ല. എനിക്ക് ഇവന് ഞാനും മാത്രം മതി, അല്ലടാ? ചിലരൊക്കെ പിള്ളേരെ പഠിപ്പിച്ച് വലുതാക്കി അമേരിക്കയിലേക്കും വിദേശത്തോട്ടും ഒക്കെ വിടും.
എന്നിട്ട് 10 വർഷമായിട്ടും വന്നില്ല, 20 വർഷമായിട്ടും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കും. അങ്ങനെയുള്ള ടീംസൊക്കെ ഉണ്ടേ. എന്നിട്ട് അവസാനം സ്വത്ത് ചോദിച്ചു വന്നു എന്നുള്ള പരാതി. ഇവനാവുമ്പോ എങ്ങും പോവുകയില്ല, ഇവനൊരു സ്വത്തും വേണ്ട. അത്രക്ക് നിഷ്കളങ്കനായി ഇവൻ. അല്ലടാ, ജനിച്ചപ്പോ മുതലുള്ള നിഷ്കളങ്കത അവസാനം വരെ ഉണ്ടാവും. ഇപ്പൊ തൊട്ടാ കേട്ടോ. സാറേ, വലത്തേക്ക് ചേർത്തൊന്ന് നിർത്തിയാൽ മതി. വാ. പിന്നെ കല്യാണ രാത്രിയാണ് വിവാഹത്തിന്റെ ഏറ്റവും സുന്ദരമായ ടൈം. പിന്നെ അങ്ങോട്ട് റിയാലിറ്റിയാണ്. നാളെ മുതല് ജീവിതം നിങ്ങൾക്ക് തരാൻ പോകുന്നത് റിയാലിറ്റിയാണ്. അപ്പോഴും ഈ സ്നേഹം ഉണ്ടാണോ കേട്ടോ. വാടാ പോവാം. കാറ്റോട്. എന്തൊക്കെ വിഷമങ്ങളല്ല ആൾക്കാർക്ക്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രശ്നമൊന്നും ഒന്നുമല്ല. ചേട്ടനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടും. ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ആ, നല്ല തീരുമാനം. ചേട്ടൻ്റെ പേര് സിദ്ധു എന്നല്ലേ? അത് ശരി, ഇത്ര നേരം കഴിഞ്ഞിട്ട് ഇപ്പഴാ ചോദിക്കുന്നല്ലേ? ചെറിയ പേരല്ലേ? സോ ക്യൂട്ട്. അല്ല, സിദ്ധാർത്ഥ് നാരായണൻ. അയ്യോ, ഇത്ര വലുതായിരുന്നു. ആ, ചേട്ടൻ എൻ്റെ പേര് ചോദിച്ചില്ലല്ലോ. പറഞ്ഞോ. സ്റ്റെഫി ഇമ്മാനുവൽ. ഇത് അതിലും വലുതാണല്ലോ. വീട്ടിലേക്ക് എന്നെ അന്നാ വിളിക്കുന്നത്. ചേട്ടൻ എന്നെ അങ്ങനെ വിളിച്ചു. ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരെ. ചേട്ടാ, ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുന്നേ വല്ല പെട്രോൾ പമ്പിൽ നിർത്താൻ പറ്റുമോ? ഇതില് പെട്രോൾ ഉണ്ടല്ലോ. അതല്ല, ഹോട്ടലിൽ നിന്ന് വെച്ച ഫുഡ് പാളി. ആ, അത് ഫുഡ് പാളിയതല്ല, ഭാര്യ വലിച്ച് കഴിച്ചിട്ടാ. അതിനോട് പ്രസക്തിയില്ല. സ്പീഡ്. എനിക്ക് പാട്ട് വെച്ചാൽ സ്പീഡിൽ പോകാൻ പറ്റും. പെട്രോൾ പമ്പില്ലേ? അതെ, കുറച്ചു നേരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലേ? പെട്ടെന്ന്. ഓക്കെ അല്ലേ? അല്ല, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട്. നൈസ്. ചേട്ടാ, എന്താ? ആരാ? സിദ്ധു, 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 ഇറ്റ്സ് നോട്ട്. ഡോണ്ട് ടച്ച് മീ. ഞാൻ കണ്ടതാ, ഈ കണ്ണുകൊണ്ട് കണ്ടതാ. വാട്ട് ഷുഡ് ഐ തിങ്ക്? അറിയാണ്ട് പറ്റിപ്പോയതാണ് സിദ്ധു. വാട്ട്? അതെ, ആ ബോക്സ് തുറന്നു തരൂ. അറിയാതെ ചെയ്തു പോയതാണ്.
No, don't touch me, I'm telling you. എനിക്ക് കേക്കണ്ട. No. പ്ലീസ്. ആരാ അവൻ? I want you right now. Who is he? അത് ബിനു എൻ്റെ പഴയ കോളേജ് ഫ്രണ്ടാണ്. ഞാൻ അവനെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ കണ്ടപ്പോ? ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ഓർത്തപ്പോ? അറിയേണ്ട പറ്റിപ്പോയി. സിധു പ്ലീസ്, ഞാൻ മിണ്ടരുത്. കരയുന്നോ? നീയല്ല കരയേണ്ടത്, ഞാനാ കരയേണ്ടത്. എല്ലാം ചെയ്തതും പോരാ, വെറുതെ അതും പറഞ്ഞു. ഇതാരാ? ഇതാരാന്ന്? ഇത് എനിക്കെല്ലാം മനസ്സിലായി. നിനക്കറിയായിരുന്നു ഞാനിവിടെ ഇല്ലാന്ന്. You knew the house is vacant and you're bringing a freaking girl here? what I say? Oh, that one in gown. Huh. I knew you had a fetish to gown. How could you do this to me, Sidhu? Now I don't regret it. എനിക്ക് നിന്നോട് സോറി പറയണ്ട ഒരാവശ്യമില്ല. നീയും ഞാനും ഒരേ തെറ്റാ ചെയ്തേക്കുന്നത്. We are equal sinners. പ്ലാനിങ് ആയിരുന്നല്ലേ? അല്ല ചേട്ടാ ഇങ്ങനെ കരയില്ലേട്ടാ. കരയാതെ പിന്നെ എന്ത് ചെയ്യാനാ? ചേട്ടൻ തന്നെയല്ല പറയാ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മള് നെക്സ്റ്റ് കാര്യങ്ങൾ ആലോചിക്കണമെന്ന്. അതൊക്കെ പറയാളിപ്പോ. ചേട്ടൻ കരയുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. കരണേട്ടാ പോട്ടെ. അല്ലേലും ഞാനെന്തിനാ കരയുന്നത്? ഞാൻ എന്താ തെറ്റായത്? ഇയാളെ ഹെൽപ്പ് ചെയ്തതോ? ഞാൻ കരയേണ്ട കാര്യമില്ല. ഞാൻ കരയില്ല, ഞാൻ കരയാൻ പാടില്ല. മനസ്സിലായോ? ആ കര. ചേട്ടാ വിഷമിക്കില്ല ഏട്ടാ. എനിക്കെന്ത് വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല. ചൂടാവുന്ന എന്തിനാ? ഞാൻ ചൂടായൊന്നുമല്ല. ഇയാള് കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കാമോ? ലോകത്ത് വേറെ പെണ്ണുങ്ങളില്ലാത്ത പോലെ അവൾ ഇങ്ങോട്ട് വന്നാ അറിയാമോ? താൻ എന്ത് കണ്ടിട്ടാണോ എല്ലാം കൂടെ കെട്ടിപ്പറക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയേ? പ്രേമം ഉണ്ട. എനിക്കിനി ഒരുത്തിയും വേണ്ട. ആമാ സിദ്ധു, നീ ലേറ്റ് ആവോടാ? ഹലോ ഡാ, ഹലോ മോനെ. അമ്മ വരുന്നു. പിന്നെ അമ്മ നേരത്തെ വിളിച്ചപ്പം ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു. അതാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് കേട്ടോ. എന്തു പറ്റിയടാ? എന്താ വല്ലാതിരിക്കുന്നേ? കുഴപ്പമൊന്നുമില്ല അമ്മ. അമ്മ ഭക്ഷണം കഴിച്ചാ? ഇല്ല, കുറച്ച് വെള്ളം കുടിച്ചു. വിശക്കുന്നില്ലടാ. നീ ഒന്ന് വേഗം വന്നാ മതി. ഇതാ വരുന്നു.
ഞാൻ തിരിച്ചു പോയിക്കോളാം. ചേട്ടൻ എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടേക്ക്. ഞാനൊരു ഭാഗ്യമില്ലാത്ത പെണ്ണ. ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങനെ. ഞാൻ വന്നതിന് പിന്നെയല്ലേ ചേട്ടനീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. തിരിച്ചു പൊക്കോളാം. ഞാൻ എന്താ ഇയാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്നറിയോ? അവൻ എന്താണ് സംഭവിച്ചെന്നറിയാൻ അവനെ അന്വേഷിച്ച് അവിടെ നിന്ന് ഇവിടം വരെ താൻ ഒറ്റയ്ക്ക് വന്നില്ലേ? അപ്പം തന്നെപ്പോലെ ഒരാളോട് അവൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് താൻ കണ്ടുപിടിക്കണം. എങ്കിലേ തനിക്കൊരു ക്ലോഷർ ഉണ്ടാവും. ഇല്ലെങ്കിലേ അതെപ്പോഴും ഇങ്ങനെ ഒരു പെയിനായിട്ട് തൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അത് വേണ്ട. അതുകൊണ്ട് സിജിൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. താനോട് ചോദിച്ചില്ലേ ഞാനെന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തന്നു? റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ തന്നെക്കാൾ അൺലക്കിയാടോ ഞാൻ. ഇതിനു മുമ്പ് ഒരുപാട് ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ട്. എപ്പോൾ ഒരുത്തേ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നു അപ്പോൾ ബ്രേക്കപ്പ് ആവും. പിന്നെ കുറേ നേരം ഇരുന്ന് കരയും. അപ്പം ശരിയോ? ഇപ്പോൾ അത് ശീലമായി. കല്യാണമൊന്നും വേണ്ടാന്ന് വിചാരിച്ചാ. പിന്നെ അമ്മയ്ക്ക് വയ്യ. അമ്മയുടെ കുറേ കാലത്തെ ആഗ്രഹം എന്നെ ഒന്ന് കല്യാണം കഴിച്ചു കാണുന്നു. അങ്ങനെ അമ്മ വഴിയാ ഐശ്വര്യൊക്കെ പരിചയപ്പെട്ടത്. ഇത്തവണ ഓക്കെയാന്ന് വിചാരിച്ചാന്നേ അതിപ്പോ ഇങ്ങനായി. അമ്പലത്തിലെ മണിയല്ല, മേത്ത മണിയാ, ഇവിടുത്തെ ആൻസിസ്റ്റർ ക്ലോക്ക്. അല്ല ദൈവമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല, ചിലപ്പോ ഉണ്ടെങ്കിലോ. ചേട്ടനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആണല്ലേ, നന്നായി. അല്ല തനിക്ക് ഡ്രസ്സ് മാറണ്ടേ? ആ ഒരു മിനിറ്റ് പോരാ. ഈ സമയത്ത് സിദ്ധു ആ എടുക്ക്. ആ ലൗഡ് സ്പീക്കറില്. സിദ്ധു അല്ലേ? ഞാൻ കട്ട് ചെയ്യണോ? ഇല്ല സ്പീക്കറില്. സിദ്ധു. ആളിയാ ഞാനാ. എടാ ഞാൻ ഉറങ്ങിയടാ. എൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ട്. അവനിപ്പോ എന്താ പറഞ്ഞത്? നിങ്ങൾ കേട്ടില്ലേ? ഇല്ല, ക്ലിയർ അല്ലേ? അല്ല, അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്ന്. ഞാൻ കേട്ടില്ല. അത് സംശയമുള്ളതുകൊണ്ടാണ്. അവ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാണ് അവന്റെ കൂടെ പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഫോൺ കട്ട് ചെയ്തത്? അല്ല, അവൻ പറഞ്ഞ ക്ലിയർ അല്ലായിരുന്നു. വീണ്ടും വിളിക്കുന്ന എഴുതിക്ക്, എടുക്ക്. അവൻ നിർത്തത്തില്ല, നീ വിളിക്കുന്ന എടുക്ക്. ലൗഡ് സ്പീക്കർ. എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആ അളിയാ കട്ടായി. എൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടെന്ന്. നിന്റെ കൂടെ പെങ്കൊച്ചുണ്ടെങ്കിൽ നീ കൊണ്ടുപോടാ. കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന പരിപാടിക്ക് പാതിരാത്രി എന്റെ ഹസ്ബൻഡിനെ അല്ലേ വിളിക്കേണ്ടത്, കേട്ടോ? ദിവ്യ തെറ്റിദ്ധരിക്കല്ലേ, ഇതങ്ങനെയല്ല. ഞാൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടൊരു കുട്ടിയാണ്. അങ്ങനെ ബെസ്റ്റ് ആണെന്ന് പലയിടത്തും എനിക്ക് പല പെണ്ണുങ്ങളും കിട്ടും. അതിനൊന്നും എന്റെ ഭർത്താവിനെ കൂട്ടി വിളിക്കരുത്, കേട്ടോ? അയ്യോ ഇതങ്ങനെയല്ല, ഞാനൊരു ഹെൽപ്പിന് വേണ്ടി, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എന്ത് ഹെൽപ്പിനാണെങ്കിലും കുറെ നാളായല്ലോ നീ തുടങ്ങിയിട്ട്. എന്റെ പൊന്നി ചേച്ചി ഒരാൾക്ക് പറയാൻ അങ്ങോട്ട് കേക്ക്, എന്നിട്ട് ഇങ്ങോട്ട് പറ.
ഒരു ചേച്ചിയാണത്. ആരെവിടെ? ചേച്ചി വിചാരിക്കുന്ന പോലെ ഉടായി പരിപാടിയൊന്നുമല്ല. ഇന്നലെ കല്യാണമായിരുന്നു. 3 വർഷമായിട്ട് പ്രേമിച്ചോടെ കല്യാണ ചെക്കൻ മുങ്ങി. അവനൊരു എന്റെ ചെക്കൻ തപ്പി ഇറങ്ങിയ ഞാൻ അവനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ചേട്ടനെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. അതാണ് സംഭവം. ഇനി പണ്ടാറ് ഡ്രസ് ഒന്ന് മാറ്റേണ്ടി വന്നു. അത് ഹെൽപ്പ് ചെയ്യാനാണെന്ന് വിളിച്ചേ. എന്റെ പറ്റും എങ്ങനെ ഹെൽപ്പ് ചെയ്, ഇല്ലെങ്കിൽ കാണിക്കും പിടി. ഹലോ. മോശമായി പോയല്ലേ? ഈയിടെയായിട്ട് സംശയം കുറച്ച് കൂടുന്നുണ്ട്. വേണമെങ്കിൽ തുറന്നു കൊടുക്കാല്ലേ? കുറഞ്ഞു. ഇവിടെ സാരിയുടെ ഗംഭീര കളക്ഷനാണ്. ടസ സിൽക്കൊക്കെ ഇട്ട് നന്നായി ചേരും അല്ലേടാ? ഈ അർദ്ധരാത്രി ഇടാനോ? ഇവിടെ ആരും കല്യാണത്തിനൊന്നും പോകുന്നില്ല. കാഷ്വൽസ് മതി. കാഷ്വൽസ് മതിയോ? കാഷ്വൽസ് അതാ അവിടെ അപ്പുറത്ത്. അല്ല അപ്പുറത്ത്. ഇവിടെ വൻ ഷോറൂമാണ്. സിൽക്ക്, ടസ സിൽക്ക്, കോട്ട്, ജൂട്ട്, അല്ല എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കാഷ്വൽ മതി. കാഷ്വൽസ് മതിയോ? കാഷ്വൽസ് അപ്പുറത്താണ്. ഇവിടെയാണെങ്കിൽ ലെഹങ്ക അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കളർഫുൾ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എടാ, നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഇല്ല. ഈ കുട്ടിക്ക് ഈ ഗൗൺ ഒന്ന് മാറണം, അത്രേ ഉള്ളൂ. ഉഗ്രം ഗൗൺ ഇരിക്കണ്. മാറാം. കാഷ്വൽസ് മതി. മതിയാ? മതിയെങ്കിൽ മതി. ആ കാണുന്ന മുഴുവൻ കാഷ്വൽസ് ആണ്. സ്വന്തം കട പോലെ ഫുൾ അരിച്ചു പെറുക്കി വാങ്ങിച്ചു. ഓക്കെ. ഇവിടെ എടുക്കേണ്ട ബില്ലൊക്കെ നീ തരുമല്ലോ അല്ലേ? സ്വന്തം കട പോലെ കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ലല്ലേ? അവളി എടുക്കണ മുഴുവൻ ലേയും പി പി ഒക്കെ ആണ്. ലേയും പി പി അല്ല, ലീയും പെപ്പയും. ആദ്യം വിൽക്കുന്ന സാധനങ്ങളുടെ പേര് കറക്റ്റായിട്ട് പഠിക്കും കേട്ടോ. അതിന് ഞാൻ സാരി സെഗ്മെന്റിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. വെറുതെ അല്ല ദിവ്യ തന്നെ എടുത്തിട്ട് ഉരുട്ടുന്നത്. സാരി സെഗ്മെന്റ്. വില കൂടിയ മറ്റേ സാധനം എടുക്കണേ. ഒരു ഡ്രസ്സല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. തന്നാ മതി. അതെ, ഈ ട്രയൽ റൂം എവിടെയായിരുന്നു? ഇവിടെ. ആ കഥ ഒന്ന് തള്ളി തുറന്നാ മതി. വയറുണ്ടാ? ഹുക്കൊന്ന് അയച്ചു. ഓ മറിയുന്നേ. അതൊന്ന് എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. എനിക്ക് പാട്ട് കേൾക്കണം. പാട്ടേ വെക്കാലോ? വെൽക്കം ബാക്ക് ടു ലവ് ബീറ്റ്സ്. ഒന്ന് ചോദിച്ചോട്ടെ, പറയാൻ കഴിയാത്ത എന്തോ ഒന്ന് അവനിലേക്കോ അവളിലേക്കോ നിങ്ങളെ അടുപ്പിക്കാറുണ്ടോ? എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ആ കണ്ണുകൾ പറയാറുണ്ടോ നീ എന്റേതാണെന്ന്, ഞാൻ നിനക്കുള്ളതാണെന്ന്? അങ്ങനെയെങ്കിൽ ആ പ്രണയം നിങ്ങളിലും പെയ്തു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ
എനിക്കിപ്പോൾ അവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ചേട്ടനെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വീടൊക്കെ വിട്ട് ഇറങ്ങി ഓടി വന്ന് ഇട്ടിട്ട് പോയി ചെറുക്കൻ്റെ പിറകെ എന്തിനാ പോണേന്ന്. സിജിനൊന്നും അറിയാതെ അങ്ങനെ ചെയ്യില്ല. എന്തെങ്കിലും ഉണ്ടാവും. അതെന്താന്ന് എനിക്കറിയണം. പിന്നെ ചേട്ടൻ വന്നില്ലായിരുന്നു ഞാനിപ്പോ ബസ് കയറി നാട്ടിൽ പോയാണ്. ഇപ്പൊ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് എനിക്ക്. സിജിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോവും. അമ്മ വെയിറ്റ് ചെയ്യാം. പിന്നെ നാളെ രാവിലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോകണം. എന്തിനാ ചിരിക്കുന്നത്? ഞാൻ ചിരിച്ചില്ലല്ലോ. ചിരിച്ചു, ഞാൻ കണ്ടല്ലോ. അതിന് ചിരിക്കാനും പാടില്ലേ? ഇപ്പൊ ചിരിച്ചു. ഇത് കഷ്ടമാണ്. ചേട്ടാ നമ്മളിത് എവിടെ എത്തിയേക്കുന്നേ? എനിക്ക് ഒരു വളവ് മിസ്സായെന്ന് തോന്നുന്നു. നമുക്ക് സിജിന്റെ കണ്ടുപിടിക്കണ്ടേ? ആ കണ്ടുപിടിക്കണം. തൻ്റെ അടുത്ത് ആ പോലീസുകാരൻ നമ്പറില്ലേ? ആ അവൻ തന്നെ വിളിച്ചു നോക്കും. ഓക്കെ. ഹലോ സാറേ. സാർ ഞാൻ സിദ്ധാർത്ഥാണ്. ഏത് സിദ്ധാർത്ഥ്? സാറേ നമ്മൾ 2 പ്രാവശ്യം കണ്ടായിരുന്നു ആ പെങ്കൊച്ചിനെ സഹായിക്കാനായിട്ടേ. SP രാജ്കുമാർ സാറിന്റെ ഫ്രണ്ട്. അത് തന്നെ, അത് തന്നെ. പറ. അല്ല സാറേ, ആ പെങ്കൊച്ച് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ആ ചെറുക്കൻ സിജിനില്ലേ, അവനെ കിട്ടിയിട്ടുമില്ല. സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഫോട്ടോ ഞാൻ അയച്ചു തരാം. അയ്യോ, ഞാനത് വിട്ടുപോയി. ഇത്തിരി തിരക്കായിപ്പോയി. ഞാൻ നോക്കട്ടെ. ഓക്കെ സാർ, താങ്ക്സ്. ഇയാളുടെ പോലീസുകളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം, എന്നിട്ട് നമുക്ക് നോക്കാം. ചേട്ടാ എനിക്ക് വിശക്കുന്നു. കുറച്ചു മുന്നേ അല്ലേ പൊറോട്ടയൊക്കെ കഴിച്ച് ബാത്റൂമിലൊക്കെ പോയത്? അതൊക്കെ തേച്ചു പോയി. എനിക്ക് ടെൻഷനൊക്കെ പെട്ടെന്ന് തേക്കും. ശരി. എനിക്ക് കടൽ കാണുമ്പോൾ എനിക്ക് മീൻ കഴിക്കാൻ തോന്നും. മീനോ? ആ. ഈ നേരത്തോ? ആ. ഇവിടെ അടുത്ത് ചുട്ട മീൻ കിട്ടുന്നൊരു സ്ഥലമുണ്ട്, നല്ലതാ. ടെൻഷന് ബെസ്റ്റാ. കറിയോ? എങ്ങനെയുണ്ട് സ്ഥലം? കൊള്ളാം, അടിപൊളി. ഇത് ആർക്കും അറിഞ്ഞൂടാത്തൊരു സീക്രട്ട് സ്പോട്ടാ. ഉഗ്രൻ ഡിഷുകളാ. ഊട്ടിയിലാവുമ്പോ അവിടെ ഫ്രഷ് മീനൊന്നും കിട്ടുന്നുണ്ടാവില്ല അല്ലേ? മീൻ വേണമെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി. വാ ഇരിക്കെ. ആ എത്തിയല്ലോ. യെസ്. പൊന്നാരമീൻ, കണവ, നെമ്മീൻ, പൊറോട്ട, അപ്പം, സെറളാസ്, ബിരിയാണി ചായ. തുടങ്ങിക്കോ. അങ്ങനൊന്നുമില്ല, എങ്ങനെയും തുടങ്ങാം. അതിനു മുമ്പ് നന്നായിട്ട് ഇതങ്ങോട്ട് പിടിഞ്ഞൊഴിച്ചെങ്കിൽ അതിനൊരു ഫ്ലേവർ വരും. ഇനി കുറച്ചൊന്ന് പിച്ചെടുത്ത് കഴിച്ചു നോക്കി. എടുത്തോ, കുറച്ചുകൂടെ. എങ്ങനെയുണ്ട്?
ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഫുഡ് സീൻ. എങ്ങനെയുണ്ട്? കൊള്ളാം. ആ മധുബാബു ആണല്ലോ. ഹലോ സാറേ. ആ അല്ല സാറേ, സാറ് തന്നെ പറയണം. അതാ എൻ്റെ ശരി, ഞാൻ കൊടുക്കാം. മോളെ, അതെ, പിന്നെ എന്നായാലും മോൾ ഇതറിയണം. എന്തായാലും കുഴപ്പമില്ല അങ്കിള്. അങ്കിള് പറഞ്ഞു, ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്. പറയുമ്പോ മോക്ക് സങ്കടം തോന്നരുത്. ഞങ്ങൾ അന്വേഷിച്ചു അവനെ കുറിച്ച്. ഈ പറയുന്ന പയ്യന് ഇവിടെ മറ്റൊരു അഫയർ ഉണ്ട് മോളെ. ആ കക്ഷിയായിട്ട് അയാൾ ഇവിടെ ലിവിങ് ടുഗദറാണ്. മോള് വേഗം തന്നെ നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇങ്ങനെ വിഷമിക്കാതെ. അല്ല, മൂന്ന് കൊല്ലം ഒരു ക്ലൂ പോലും തരാതെ തന്നെ കളിപ്പിച്ചവനിട്ട് ഒരെണ്ണം പൊട്ടിക്കണം തോന്നില്ലേ? പൊട്ടിക്കണം ചേട്ടാ, എന്തായാലും പൊട്ടിക്കണം. പക്ഷെ എങ്ങനെ പറ്റൂ? അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. പക്ഷെ താൻ പൊട്ടിക്കോ? 100%. അവനെ ചകണ്ടടിച്ച് പൊട്ടിക്കും ഞാൻ. ആ പൊട്ടി. എന്നാ ഓക്കെ, സെറ്റ്. ചേട്ടാ ഞാൻ എന്തായാലും പൊട്ടിക്കേ. പൊട്ടിക്കണം. ആ ആ അല്ല പിന്നെ ഹലോ സാർ. കഴിഞ്ഞില്ലേ? ഇനി എന്താണ് പ്രശ്നം? ആ പെങ്കൊച്ച് പോയോ? പോയില്ല സാർ. പോയില്ലേ? ഇല്ല സാർ. ആ പയ്യനില്ലേ സിജിൻ, അവനിട്ടൊരെണ്ണം പൊട്ടിക്കണം എന്നാണ് ഇപ്പം ആ കുട്ടി പറയുന്നത്. ആലോചിച്ചപ്പോൾ അതാണ് അതിൻ്റെ ശരിയെന്നാണ് എനിക്കും തോന്നുന്നത്. സാറിൻ്റെ അടുത്തൊരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചാണ്. നിനക്കൊന്ന് പാതിരാത്രി ഒരു പണിയില്ലേടേ? ഇടേ ഒന്ന് ഉറങ്ങാൻ സമയടേ. എനിക്ക് നാളെ ഡ്യൂട്ടി ഉള്ളതാണ്. സാറേ, വലിയ ശരീരമാണെങ്കിലും അതിനൊത്ത മനസ്സാണ് സാറിനെന്നാണ് അന്ന പറയുന്നത്. അതുകൊണ്ട് സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ സാറിനോട് മാത്രമേ ചോദിക്കാവുന്ന അന്ന പറയുന്നത്. സാർ പ്ലീസ്. ശരി, ഓക്കെ സാർ, താങ്ക് യു. കണ്ടു കിട്ടു. ഞാനേ അവൻ്റെ മോന്ത കിടന്ന് പൊടിച്ചിട്ട് നാളെ വൈകുന്നേരം അവിടെ എത്തിക്കോളാം. വലിയ അമ്മച്ചി, ഞാൻ വിളിക്കാം. ശരി. അമ്മച്ചി എന്തായി? ആരും ടെൻഷൻ അടിക്കണ്ട. അവനിട്ട് 2 പൊട്ടിച്ചിട്ട് നാളെ വൈകിട്ട് ഇങ്ങനെ എത്തുമെന്ന്. നിങ്ങൾ കഴിക്ക്. ഞാനല്ലേ പറയുന്നത്, കഴിക്കുന്നു.